ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈ മച്ചന്മാരുടെ. അപ്പം നമ്മളിന്ന് സ്ഥലം വരെ പോവാണ്. അപ്പോൾ പോണത് ഏതാ ബസ് എന്ന് കണ്ടോ ഗൈസ്? KSRTCൻ്റെ പ്രിയദർശിനി ബസ്സാണ്. അപ്പോൾ ഇതിന് നമ്മളെ കേരള ബസ് സിമുലേറ്റർ, നമ്മളെ ബസ് മോഡ് കേരള ലിവറി അങ്ങനെ അതൊരു ആപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു മോഡ് കിട്ടുക. പിന്നെ നമ്മൾ സ്ഥലം വരെയാണ് പോണത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഗൈസ്, റോഡാകെ അതൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് വയ്യെ പറയാം. ഏതാണ്ട് അടുത്തിരി കാണാം. കറണ്ട് വന്ന എന്താണെന്ന് ചോദിച്ചാൽ KSRTCയിലാണ് വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ല, വരുന്ന വഴിയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ഗൈസ്. അപ്പോൾ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കാന്നുള്ളത് വേറൊരു വഴിയും. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ലൈലാൻഡ് ഷോറൂമാണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പം ലൈലാൻഡ് ഷോറൂമിൻ്റെ അതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളിത് ഡ്രോൺ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി അപ്പോൾ ഇവിടുന്ന് ആരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു ചെറുക്കനെ ഇറക്കാൻ പോകണം, നമ്മളെ പിക്കാച്ചു. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബസ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അവസാനം നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെ ഈ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങാത്ത എന്താ ചോദിച്ചാൽ, നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ വരേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇറങ്ങാത്തതാണ്. നമ്മളെ വണ്ടി ഓടിക്കുക നമ്മളെ സ്വന്തം ചങ്ക് മച്ചാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ബസ്സിൻ്റെ ഈ ഒരു സീറ്റിൽ ഇരുന്ന് പോണ ഒരു ഫീലാണ് കൈസ് നമുക്കിവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ KSRTCൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചങ്ക് മച്ചാനായതുകൊണ്ട് നമ്മൾക്ക് ഇരിക്കാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ നമ്മളത് പരമാവധി നമ്മൾ മുതലാക്കിയിട്ടുണ്ട് ഗൈസ്. അതെല്ലാം നല്ല ഫീലാണ് ഇങ്ങനെ ഇരുന്ന് പോകാൻ. ഇപ്പം ചെക്കനാണ് ഒരു ഉദ്ദേശം കാണിക്കില്ല, വണ്ടി കിട്ടിയ അവസരം മുതലാക്കാന്നുള്ള രീതിക്ക് പറപ്പിക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഒരു വണ്ടി മുന്നിലില്ല, വണ്ടി മുന്നിൽ ഉണ്ടാകുമ്പോൾ മച്ചാൻ ബ്രേക്കും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു വണ്ടിയൊക്കെ ട്രെയിലറൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതാണ് ഗൈസ്. ഇത് നമ്മളെ ഏതൊരു ബസ്സിന് ട്രെയിലർ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ബെൻസാണിത്. ഏതായാലും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നേരെ നമ്മളെ ബസ് സ്റ്റോപ്പ് ഏതാണ്ട് ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വേണം നമുക്ക് നേരെ നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ചെറുക്കനെ പോയി കാണണം. അപ്പോൾ നമ്മളെ പീക്കാച്ചു ചെറുക്കനാണ് ഗൈസ്. ഇപ്പം നമ്മളെ പീക്കാച്ചു ചെറുക്കന് വർക്കിന് കയറ്റിയാണ്. അപ്പോൾ ഇന്നൊരു ജപ കൊമ്പനായിട്ടാണ് നമ്മളെ ചെറുക്കനെ ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഒരു മാരക അപ്ഡേറ്റ് തന്നെയാണ് നമ്മളെ പീക്കാച്ചുവിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ഇന്ന് വയ്യൊക്കെ അറിയാം. അപ്പോൾ ഏതായാലും നമ്മൾ KSRTC ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറ്റിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും KSRTC ബസ് സ്റ്റോപ്പ് കയറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോവും ഗൈസ്. അപ്പം ഇവിടുന്ന് നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകണതായിരിക്കും. അപ്പം ഇവർ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്കിനി വർക്ക്ഷോപ്പ് പോവാം. ഗാരേജ് വരെ മച്ചാനാക്കി തന്നിട്ടുണ്ട്. ഇനി ബസ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. പിന്നെ വേറെ ഡ്രൈവർ വന്നാണ്ടായിരിക്കും ബസ് എടുക്കുക. അപ്പോൾ ഏതായാലും നമ്മളിവിടെ പാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളെ പീക്കാച്ചു ഇവിടെ വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാനായിട്ടാണ് വന്നത്. അപ്പം പീക്കാച്ചു എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെ ചെക്കനൊരു ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ബാക്ക് കാണാനൊരു സുഖമില്ല ഇനി കേസ്. അപ്പോൾ ബാക്ക് ഈ ഒരു രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ബാക്ക് കാണാൻ. പിന്നെ വണ്ടിയുടെ സൈഡ് പീക്കാച്ചു എന്നുള്ള ടെക്സ്റ്റ് ഒന്ന് മാറ്റി ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടാവുക. ഇത് പറയാൻ മാത്രം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ലിപ്പൊന്ന് ചെറുതായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പുതിയൊരു മോഡൽ ടൈപ്പ് TR കൊണ്ട് പുതിയ ലിപ്പാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ ടൈപ്പ് ലൈറ്റ് DRL ലൈറ്റ് അങ്ങനെ കുറേ സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആഡ് ചെയ്തത് നമ്മൾ ഒന്നുകൂടി ഒന്ന് കിടിലാക്കിയിട്ടുണ്ട്. നമ്മൾ ക്യാബിൽ കയറിയിട്ട് കാണിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കുറച്ചുകൂടി സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നെയിം ബോർഡ് കണ്ടു ഗൈസ്, അത് നമ്മൾ മാറ്റി ടൈപ്പ് നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാം കൂടിയായിട്ട് കാണിച്ചു തരാം. എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ നെയിം ബോർഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത നെയിം ബോർഡ്. ഇത് നമ്മൾ ചെയ്ത ബുസ്സിൻ്റെ ലാങ്കിങ് ആണ്. ലിവറി നമ്മളാണ് എഡിറ്റ് ചെയ്തുണ്ടാക്കിയത്. അപ്പം ബാക്കി വർക്കൊക്കെ ബുസ്സിൻ്റെ ലാങ്കിങ് ഞാൻ ചെയ്തു തന്നെ. ഏതായാലും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്.
നമുക്ക് ക്യാബിന് ഞാൻ കാണിക്കാം. ക്യാബിന് എന്താണ് ചെയ്തതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാബിന് ഇതാണ് നമ്മളിപ്പോൾ കണ്ടീഷനിൽ ചെയ്ത വർക്ക് എന്ന് പറയാമല്ലോ ഗൈസ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർക്ക്. നിങ്ങൾക്ക് കൂടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് കോട്ടണൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണാം. പിന്നെ ഒരു പക്കമായിട്ട് ഇപ്പം എങ്ങനെയാണ് ഉണ്ടാവുക അതേമാതിരി ആക്കി തന്നിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി ഇപ്പം നമ്മളെ മോഡിൽ തോന്നുന്നുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് നമ്മളെ ബുഷിയുടെ ലാങ്കിങ് കൊടുക്കുകയാണ്. ഇതിൻ്റെ മോഡിൻ്റെ ലിങ്കൊക്കെ നമ്മൾ താഴെ കൊടുക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഞങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു ട്രാഫിക് പാക്ക് ഉണ്ട്. ആ ട്രാഫിക് പാക്കിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല എനിക്ക് കളിച്ച് നോക്കിയതിൽ ഏറ്റവും അടിപൊളി ട്രാഫിക് പാക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചെൻ്റെ അതിൻ്റെ പേയാണ്. അപ്പോൾ അടുത്ത വീട്ടിന് കിട്ടില്ലായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഗോഡ്സില്ലാൻ്റെ അതേപോലെ തന്നെ കോങ്ങിൻ്റെ ഡെലിവറി ഇന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും മറ്റു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വർക്കിനും കഴിഞ്ഞില്ല. അത് ഡെലിവറി അതിനെ ചെയ്തിട്ട് അടുത്ത് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് വൈകി പോയാണ്. ഏതായാലും ഉടനെ തന്നെ എൻ്റെ വീഡിയോ തന്നെ വിടാൻ നോക്കാം. അപ്പോൾ ഏതായാലും ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം വീഡിയോ ഉപ്പനെ അതിൻ്റെ പേയാണ് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.